ഇതിഹാസ പുരാണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുചേല ദിനവുമായി ബന്ധപ്പെട്ടതാണ്. മലയാള മാസത്തിലെ, അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് നാം കേരളത്തിൽ കുചേല ദിനമായി ആചരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുമായ, അതായത് സുധാമാവ് തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം. ഈ ദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറയാം. ദാരിദ്ര്യത്തിൽ വലഞ്ഞിരുന്ന കുചേലൻ തൻ്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം സഹായം അഭ്യർത്ഥിക്കാനാണ് കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്നത്. കയ്യിൽ കരുതിയത് ഒരു പൊതി അവൽ മാത്രമായിരുന്നു. എന്നാൽ കൃഷ്ണനെ കണ്ട മാത്രയിൽ എല്ലാം മറന്ന കുചേലൻ ഒന്നും കൃഷ്ണനോട് ചോദിച്ചില്ല. കുചേലന്റെ ഭക്തിയിൽ പ്രീതനായ കൃഷ്ണൻ ആ അവൽ സന്തോഷത്തോടെ ഭക്ഷിക്കുകയും കുചേലൻ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മുഴുവൻ മാറുകയും സകല ഐശ്വര്യങ്ങളും നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ ഒരു ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭഗവാന് അവൽ നിവേദ്യം സമർപ്പിക്കുന്നതും വളരെ വിശേഷമായി കരുതപ്പെടുന്നു. സൗഹൃദത്തിൻ്റെ സന്ദേശം, അതായത് സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വേർതിരിവില്ലാത്ത നിസ്വാർത്ഥമായ സൗഹൃദത്തിൻ്റെ പ്രതീകമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഈ ഒരു ദിവസത്തിൽ ഭാഗവത പാരായണം പലയിടങ്ങളിലും ഭാഗവതത്തിലെ കുചേലവൃത്തം ഭക്തിപൂർവം പാരായണം ചെയ്യാറുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ കുചേല ദിനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ദാരിദ്ര്യ മുക്തിക്കും ഐശ്വര്യത്തിനുമായി ഭക്തർ ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.